ഈ പ്രശ്നം കഴിഞ്ഞ 11 ദിവസമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ? ഈ വെള്ളം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, അത് എത്ര കിട്ടിയാലും നമുക്ക് മതിയാകില്ല. അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കണക്ക് വെച്ചുകൊണ്ടൊക്കെ ദൂരെ ഇടങ്ങളിലേക്ക് പോയി വള്ളത്തിൽ പോയി വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥ എന്നൊക്കെ ഉള്ളത്. എത്ര വലിയ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സോന? ഈ കഴിഞ്ഞ 11 ദിവസമായിട്ട് ഈ തുരുത്ത് മേഖലകളിൽ ഞങ്ങൾ വെള്ളമില്ലാതെ വളരെ ദുരന്തം അനുഭവിക്കുകയാണ്. അപ്പം അതേസമയം എനിക്ക് പറയാനുള്ളത്, അടിവരയിട്ട് കേൾക്കേണ്ട ഭരണാധികാരികൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് വേണമെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കാമായിരുന്നു, ഒരു മരണം ഒഴിവാക്കാമായിരുന്നു. ആ വേണമെങ്കിൽ എന്നൊരു വാക്ക് അടിവരയിട്ട് ഭരണാധികാരികൾ ചെവികൊള്ളേണ്ട ഒന്നാണ്. കാരണം അവർക്ക് നിർബന്ധമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതാണ് തോന്നുന്നത്, അവർക്ക് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇത്രയും ഈ പണി ഇത്രയും നീണ്ടുപോയതും നമുക്ക് വെള്ളം കിട്ടാതിരുന്നതും. ഒരുപക്ഷെ ഒരു തരത്തിലുള്ള ഭരണാധികാരിക്ക് അതിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ മുകൾ തട്ടിൽ അറിയിക്കുക. ഇത്രയും സാങ്കേതിക വിദ്യകളുള്ള നമ്മുടെ ഈ സമൂഹത്ത് വെള്ളമില്ലാതെ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ ഒരു ജീവൻ പോവുക എന്നത് ഒരു രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. നാണക്കേടെന്ന് മാത്രമല്ല, ഭരണാധികാരികൾക്ക് പുറത്തോട്ട് ഇറങ്ങി മുഖം കാണിച്ച് നടക്കാൻ പറ്റാത്ത രീതിയിലൊരു അവസ്ഥയാണ്. കാരണം അവർക്കത് കഴിയുമായിരുന്നെങ്കിൽ, അവരെ കൊണ്ടത് സാധിക്കുമായിരുന്നെങ്കിൽ, അവർ മുൻപിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ജീവൻ ഇവിടെ പോകില്ലായിരുന്നു. അവർക്ക് വേണമായിരുന്നില്ല, അവർക്ക് നിർബന്ധമില്ലായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും വെള്ളം എത്തിച്ചാൽ മതി എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വൈകിട്ട് പോലും ഞങ്ങൾക്ക് വെള്ളം എത്തിയിട്ടില്ല. ഈ നിമിഷം വരെയും വെള്ളം എത്തിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ സോന, ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഇപ്പോൾ രാവിലെ നിങ്ങൾ വള്ളത്തിൽ പോകുന്നു, എന്നിട്ട് കടത്ത് വള്ളത്തിൽ നിന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ട് തിരികെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണോ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജീവിക്കുന്നത്? അതാ ഞാൻ പറയാൻ വന്നത്, ഞങ്ങളുടെ കൗൺസിലർ 3ാം ഡിവിഷനിൽ ഞങ്ങളുടെ കൗൺസിലർ ദീപു ചേട്ടൻ, ഞങ്ങൾ വെള്ളം എന്ന് വരും എന്ന് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇതുവരെ ഒരു ഭരണാധികാരിയും ഞങ്ങളുടെ പല ആവശ്യങ്ങൾക്കും എന്താ മുമ്പോട്ട് നടക്കുന്നതെന്ന് പറയുന്നതല്ലാതെ നേരിട്ട് ഇറങ്ങി വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൗൺസിലർ, ബിഗ് സല്യൂട്ട് ഫോർ ഹിം, ബിക്കോസ് ആ കൗൺസിലർ ഞങ്ങൾ വെള്ളം എന്ന് വരും എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആള് സ്വന്തമായിട്ട് ഇറങ്ങി വള്ളത്തെ ആള് വെച്ച് സ്വന്തമായിട്ട് ഇറങ്ങി പ്ലാന്റിൽ നിന്നും ശേഖരിച്ച് രാത്രി 7 മണിക്കും, ഞാൻ കോളേജിൽ പോയിട്ട് വന്ന് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ചേട്ടൻ 7 മണിക്കും 8 മണിക്കും ഉൾപ്പെടെ വള്ളത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വരവ്. നമ്മൾ എന്ന് വരും എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ചേട്ടൻ ഒരിക്കലും വെള്ളം കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുമെന്ന് ഈ നിമിഷം വരെയും ചേട്ടൻ കൊണ്ടുവന്ന വെള്ളം ഞങ്ങളുടെ വീട്ടുകാരും മറ്റുള്ള ആൾക്കാരും കോരിക്കൊണ്ടിരിക്കുകയാണ്.